ഇവര് ഹാർഷായിട്ട് തന്നെ സംസാരിക്കും, ഒരുപാട് ചീത്ത വിളിക്കും, ഒരുപാട്. അതായത് ജാതി പറഞ്ഞ തന്നെ നമ്മളെ ചീത്ത പറയുകയും ചെയ്തു. പുള്ളി ഇറക്കിക്കൊണ്ടായിരുന്നു തന്നെ ഞാൻ എത്ര രൂപ മുടക്കിയെന്നറിയോ? 19,000 രൂപയ്ക്കകത്ത് എനിക്ക് അത് പലിശക്കെടുത്താണ് ഞാൻ ചെയ്തത്. ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഇത്രയും ദിവസം പോരാടിയത്. ആടിനെ പട്ടിയാക്കുന്നതും വാദിയെ പ്രതിയാക്കുന്നതുമൊക്കെ കേരള പോലീസിന്റെ സ്ഥിരം ഒരു കലാപരിപാടിയാണ്. ആ സ്ഥിരം കലാപരിപാടിയിലെ അടുത്ത ഒരു ഇരയാണ് രാജേഷ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു കേസാണ് രാജേഷിൻ്റെത്. വെറും ഒരു വണ്ടി തട്ടൽ കേസിനെ മാലമോഷണ കേസാക്കി മാറ്റിയിരിക്കുകയാണ് നെടുമങ്ങാട് പോലീസ്. 1-2 ദിവസമല്ല, 14 ദിവസമാണ് അദ്ദേഹം റിമാൻഡിൽ കടന്നത്. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണ് ആ കേസിലെ വിവരങ്ങളെന്ന് നമുക്ക് രാജേഷിനോട് തന്നെ ചോദിച്ചറിയാം. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഇതുപോലെ. എന്നാണ് ആക്സിഡന്റ് 10-ാം തീയതി, ഫെബ്രുവരി 10-ാം തീയതിയാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഉച്ച സമയത്താണ്, ഒരു 12:30-ക്ക് ശേഷം 1 മണി അടുപ്പിച്ച ആ സമയത്തായിരുന്നു. അപ്പോൾ എൻ്റെ പുറകിൽ ഒരു കാറ് വന്ന് ഇടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ നമ്മുടെ സൈഡിൽ തന്നെ, ലെഫ്റ്റ് സൈഡിൽ തന്നെ പോകുന്ന വഴി നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണ് പോയത്. അപ്പോൾ ഒരു വളവ്, അവിടെ മിക്കവാറും ആക്സിഡന്റ് നടക്കുന്ന ഒരു സ്ഥലവും കൂടെ ആയതുകൊണ്ട് നമ്മൾ വളരെ പതുക്കെയാണ് അവിടെ വന്നിട്ട് തിരിഞ്ഞത്. അപ്പോൾ ഏകദേശം ഈ സ്റ്റുഡിയോ എത്തുന്ന സ്ഥലം എത്താറായി. അപ്പോഴേക്കും ആണ് ഈ പുറകിൽ നിന്നൊരു കാറ് വന്ന് ഇടിക്കുന്നത്. അപ്പോൾ ഇടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ദൂരം വണ്ടിയായിട്ട് മറിഞ്ഞ്, പിന്നെ അവിടുന്ന് ഞാൻ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ എണീക്കുന്നത്. കാരണം അപ്പോഴത്തേക്ക് തന്നെ വയ്യ ഒരു ഇതായിപ്പോണ്ട്. കല്യോടെന്ന് പറയുന്ന കല്യോട് നെടുമങ്ങാട് എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ കല്യോട് എത്തിയില്ല, കല്യോട് ജംഗ്ഷൻ എത്തുന്നതേ ഉള്ളൂ. എത്തുന്നതിന് മുമ്പ് ഒരു ചർച്ചുണ്ട്, കല്യോട് എത്തുന്നതിന് മുമ്പ് ഒരു ചർച്ചുണ്ട്, പള്ളി. അപ്പോൾ അതിന്റെ ആ പള്ളി കഴിഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിന്റെ അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഇതുപോലെ വണ്ടി ഇടിച്ചു. അപ്പം ഞാൻ ഇതുപോലെ വീണതിന് ശേഷം അവിടെ നിന്ന് എണീറ്റ് പിന്നെ ഈ കാറിന്റെ അടുക്ക് സമീപത്തേക്ക് വരികയും, ഇവര് 3 പേരുണ്ടായിരുന്നു അതിനകത്ത്. അതായത് ഈ വണ്ടി ഇടിച്ച ഒരു പ്രായമുള്ള ഒരാളായിരുന്നു വണ്ടി ഓടിച്ചത്. അദ്ദേഹത്തിന് ഒരു 60 വയസ്സോളം വരും. അപ്പോൾ അങ്ങനെ അതിനകത്ത് വേറെ 2 ചെറുപ്പക്കാരും കൂടെ ഉണ്ടായിരുന്നു. ഇവര് 3 പേരും കാറിനകത്ത് തന്നെ, ഈ ഇടിച്ചിട്ട ശേഷം ഇവര് കാറിൽ നിന്ന് ഇറങ്ങാതെ ഇവര് കാറിനകത്ത് ഇരിക്കും. ഞാൻ അപ്പോഴേക്കും ചെന്നതിന് ശേഷം ഇവരുടെ അടുത്ത് കാറിൻ്റെ അടുക്ക് ചെന്ന്, ഇത് സൈഡിൽ ഡോറിൻ്റെ അടുക്ക് ചെന്ന് ഡ്രൈവർ സീറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഇവരോട് ഇറങ്ങാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങാതെ വണ്ടിയിൽ നിന്നുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഈ സ്റ്റിയറിംഗ് കയറി പിടിച്ച് നമ്മൾ വണ്ടി നിർത്തിച്ചു. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ അടിക്കാനായിട്ട് കൈവീശുകയും, എന്തെങ്കിലും പറ്റിയോ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഒന്നും ചോദിച്ചില്ല. ഒന്നും ചോദിച്ചില്ല. ഹോസ്പിറ്റലിൽ പോകണം. എനിക്കന്ന് കയ്യിൽ ഇതെല്ലാം കൂടെ എല്ലാം തൊലിയെല്ലാം പോയി. ഈ കയ്യിലും തൊലിയെല്ലാം പോയിട്ട്, പിന്നെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കാലിലെ തൊലി പോയിട്ട് ഇപ്പം നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവര് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനോ കൊണ്ടുപോകുന്ന കാര്യം ഇതിനെപ്പറ്റി ഒന്നും നമ്മളോട് ഇതുവരെയായിട്ടും അവര് സംസാരിച്ചിട്ടില്ല നമ്മളോട്. അപ്പോൾ അന്നേരം ആ സമയത്തും ഒന്നും ആരും എന്നോട് ചോദിക്കുന്നില്ല ഹോസ്പിറ്റലിൽ പോകണമെന്നൊന്നും. അവിടെ നിന്നവർ പോലും നമ്മളോട് ഈ കാര്യത്തെ പറ്റി ആരും ചോദിച്ചില്ല. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പോലും നമ്മളോട് ചോദിച്ചില്ല. എൻ്റെ കുറച്ച് അവിടെ കല്യോടുള്ള കുറച്ച് കുട്ടികളാണ് പിന്നീട് വന്നിട്ട് എന്നെ അറിയുന്ന കുറച്ച് കുട്ടികളാണ്. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ്, കുട്ടികളും പിന്നെ പ്രായമുള്ളവരൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് വന്നിട്ട് എന്നോട് ചോദിച്ചത് എന്നോട് എന്ത് പറ്റിയത്, പിന്നെ ഇത്ര കയ്യിലിങ്ങനെ ഇപ്പോൾ ഇത് പറ്റി, അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവരാണ് എന്നോട് ചോദിക്കുന്നത്. അല്ലാതെ വേറെ ഇവരാരും നമ്മളോടൊന്നും ചോദിച്ചില്ല. അപ്പം അതിന് ശേഷമാണ് പിന്നെ ഇദ്ദേഹം എന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ ആദ്യമേ തല്ലാൻ കൈ ഓങ്ങുകയും, അപ്പോൾ ഞാനും തിരിച്ച് നമ്മളും സ്വാഭാവികമായിട്ട് വന്നപ്പോഴത്തേക്കും സംസാരം ഉണ്ടായപ്പോൾ തിരിച്ച് കൈ ഓങ്ങുകയും ചെയ്തപ്പോഴേക്കും ദേഹത്ത്, ഞങ്ങൾ 2 പേരുടെയും ദേഹത്ത് കൊണ്ടില്ല. അദ്ദേഹം അടിച്ച അടി എൻ്റെ ദേഹത്ത് കൊണ്ടില്ല, ഞാൻ അടിച്ച അടി അദ്ദേഹത്തിൻ്റെ ദേഹത്തും കൊണ്ടില്ല. കാരണം കൈ വീശ് മാത്രം അവിടെ നടന്നു. അപ്പോഴേക്കും നമ്മളെ ആരൊക്കെയോ പിടിച്ച് 2 പേരും പിടിച്ച് മാറ്റിയിരുന്നു. 2 സൈഡിലായിട്ട് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ കാറ് നിൽക്കുന്ന സ്ഥലത്തോട്ടും പിടിച്ചു മാറ്റി, എന്നെ എതിർവശത്തുള്ള സൈഡിലോട്ടും
പിടിച്ചു വരും. അങ്ങനെ ഞങ്ങൾ ഞാൻ പിന്നെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെയാണ് എന്നെ രണ്ടുപേരും വന്ന് പുറകെ എനിക്കറിയാവുന്ന ആൾക്കാർ രണ്ടുപേര് ഇതുപോലെ വന്നിട്ട് എന്നെ പുറത്തുനിന്നിട്ട് എന്നെ രണ്ടിടി ഇടിക്കുകയും പിന്നെ അറിയാവുന്ന എന്നെ അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഇത് പറയുകയൊക്കെ എന്നെ ചെയ്തത്. അപ്പൊ ഞാനും അവരുമായിട്ട് പിന്നെ സംഭവം അത് അദ്ദേഹത്തെ തല്ലി എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവര് ആ സംഭവം നടക്കുമ്പോന്നില്ല അപ്പൊ വന്നതേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു ഇത്. കാരണം ആ സംഭവം അറിയില്ല. അപ്പൊ അങ്ങനെയാണ് ഇവര് എന്നെ തല്ലി എന്നെ മുമ്പോട്ട് തള്ളിയിടുകയും ഞാൻ അവിടെ നിന്ന് എണീറ്റ് വന്ന് ഇദ്ദേഹത്തെ തള്ളിയിട്ട് ഞാൻ ചോദിക്കും നീ ആരാണ് ചോദിക്കുകയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുക നീ എന്തിനാണ് ഇടപെടുന്നതെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. നമ്മൾ തമ്മിൽ അങ്ങനെയാണ് ഞാൻ അവിടെ ഒച്ച വെക്കാൻ കൂടുതലായിട്ട് ഒച്ച വെച്ചത്. അപ്പോഴേക്കും പിന്നെ എന്തോ വന്നവരും എൻ്റെ ഒച്ചപ്പാട് കേട്ടിട്ടാണ് എല്ലാവരും ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് തെറ്റിദ്ധാരണയിൽ അവര് പിന്നെ പോലീസിനെ വിളിക്കാനായിട്ട് പറഞ്ഞപ്പോഴേക്ക് പോലീസ് വരികയും പോലീസ് വന്നപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞെങ്കിലും ഈ പോലീസുകാർ എന്നോട് പറഞ്ഞത് നീ വണ്ടി എടുത്തോണ്ട് സ്റ്റേഷനിലേക്ക് പോകും എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ നേരെ സ്റ്റേഷനിൽ പോകാതെ നേരെ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുത്തു. 10-ാം തീയതി ഉച്ചയ്ക്ക് ഒരു 2 മണി അടുപ്പിച്ചോളോ 2-2:30 അടുപ്പിച്ചോളമായി മെഡിക്കലിൽ പോയി മെഡിക്കൽ എടുത്തിട്ട് അവിടുന്ന് നേരെ ഞാൻ വീട്ടിൽ നിന്ന് വൈഫിനെ വിളിച്ചു വരുത്തി. വൈഫ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാനും വൈഫും എല്ലാം നെടുമങ്ങാട് ആശുപത്രി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. അപ്പൊ അവിടെ വന്ന് ഞാനാണെങ്കിൽ പിന്നെ നേരെ സ്റ്റേഷനിൽ ചെല്ലുകയും എന്നോട് ആദ്യമേ ഈ വന്ന പോലീസുകാർ പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നമുള്ളൂ, നീ ഏതായാലും സ്റ്റേഷനോട്ട് പോവാ വന്നിട്ട് നമുക്ക് അവിടെ വെച്ച് പറഞ്ഞു തീർക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് അവിടെ. അങ്ങനെയാണ് അവിടെ വന്നതിന് ശേഷം പിന്നീട് എന്നോടൊന്നും ഒരു വക ഇതിനെപ്പറ്റി ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്ന് ഇവര് എന്നോട് ചോദിച്ചു നിനക്ക് ഇതിനു മുമ്പ് വേറെ വല്ല കേസ് കൂടെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇതിന്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഇവരുടെ ആൾക്കാർ എന്നോട് എന്നെ ഉന്തും തെള്ളും ഒക്കെ എന്നെ ചെയ്തായിരുന്നു. അവിടെ വെച്ചൊരു ഹോസ്പിറ്റലിന്റെ അത്യാഹിത വാർഡിന്റെ ഫ്രണ്ട് വെച്ച് ഇവരെന്നെ തെള്ളുകയും അവര് കുറെ ആമ്പിള്ളേരാണ്, ചെറു പ്രായമുള്ളവരൊക്കെയാണ്, എന്നെക്കാളും ചെറു മൂത്തവരാണ്. അപ്പൊ അവരൊക്കെ വന്നിട്ട് എന്നോട് തട്ടി കയറുകയും എന്നോട് മോശമായിട്ടുള്ള രീതിയിൽ നിന്നെ അങ്ങനെ ചെയ്ത് കളയും, നിന്നെ ഇങ്ങനെ ചെയ്ത് കളയും എന്ന് എന്നോട് അവര് ഇത് പറഞ്ഞു. അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, നിനക്ക് ആള് മാറിപ്പോയി, നീ ഉദ്ദേശിച്ച ആൾക്കാരൊന്നും അല്ല, അതുകൊണ്ട് നീ സൂക്ഷിച്ചില്ലെങ്കിൽ നിന്നെ വെച്ചേക്കില്ല എന്നൊക്കെയാണ്. ഇവരെന്താണ് ചെയ്യുന്നത് അറിയാവോ? ഞാൻ അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി, അതായത് ഹോസ്പിറ്റലിൽ നിന്ന ഒരു സെക്യൂരിറ്റിയാണ് എന്നോട് പറഞ്ഞത്. അന്നേരം പറഞ്ഞത് ഇവർക്ക് ബാർ ഉണ്ടെന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. തിരുവനന്തപുരത്ത് തന്നെ ഒരു ബാറൊക്കെ ഉള്ളവരാണ്, ഇവർ വലിയ ടീംസ് ആണ്, അതുകൊണ്ട് നീ അധികം നീ ബഹളം വെക്കണ്ട, നീ ഇച്ചിരി മാറി നിൽക്ക് എന്ന് പറയും. അവരെന്തെങ്കിലും പറഞ്ഞാലും നീ മിണ്ടണ്ട, നീ ഇച്ചിരി മാറി നിൽക്കുന്ന ആ സെക്യൂരിറ്റിയാണ്, അവിടെ നിന്നൊരു സെക്യൂരിറ്റിയാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ സ്റ്റേഷനിൽ വന്നിട്ട് CA എന്നോട് ഒരുപാട് ഹാർഷായിട്ട് എന്നോട് ചീത്ത വിളിക്കുകയും അതൊക്കെ നമ്മുടെ അമ്മയ്ക്കും ഒക്കെയാണ് പറഞ്ഞത്. പറയുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, നീ ഇവരുടെ മാല മോഷ്ടിച്ചോ, മാല പിടിച്ച് പറിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന്. നമ്മുടെ തെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അതുപോലെ നമ്മുടെ സത്യാവസ്ഥ നമ്മൾ പറഞ്ഞെങ്കിൽ പുള്ളിക്കാരൻ എന്നിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് ഇതിനു മുമ്പ് ഇവിടെ കേസ് വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു സാറേ എനിക്ക് ഇതുപോലൊരു പഴയൊരു എന്നെ ആള് മാറി പിടിച്ചോണ്ട് പോയൊരു കേസ് കൂടെ ഇതുപോലെ ഉണ്ട്, അന്നും ഇതുപോലെ തന്നെ ആള് മാറി പിടിച്ചോണ്ട് പോയിട്ട് ഇതുപോലൊരു മോഷണ ശ്രമം അന്ന് എൻ്റെ പേരിൽ ഇതുപോലെ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ കേസ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇവരെ ചെയ്ത് പിടിച്ച് വണ്ടി കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് നീ മാല പിടിച്ച് പറിക്കാൻ ശ്രമിച്ചു എന്നാണ് CA എന്നോട് പറഞ്ഞിരുന്നത്. സാക്ഷികൾ ആ സമയത്ത് ഈ വണ്ടി ഇടിച്ച് തട്ടിയതിന് ശേഷമാണ് ഈ ജില്ലാ മെമ്പർ വരുന്നത്. ജില്ലാ മെമ്പർ ആ സമയത്ത് പുള്ളിക്കാരത്തി വരുന്നത്, വണ്ടി തട്ടി വീണ് കിടക്കുന്ന സമയത്താണ് ആ സ്ത്രീ വരുന്നത്. അന്നേരം അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഇല്ല CCTV ഒന്നും ഇല്ല, കാരണം ഒരു വളവാണ്, ഒരു ചർച്ചൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ ഇതുണ്ടായത്. അപ്പൊ ഇതിന്റെ പേരിൽ എനിക്കാണെങ്കിൽ ഭയങ്കര വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായി. കാരണം ഞാനിപ്പോ എൻ്റെ വീടാണ് ഈ കാണുന്നത്, അത് എൻ്റെ അമ്മയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയൊരു വീടാണ്. അപ്പൊ ഈ വീടിന് വേണ്ടി ഞാനിപ്പോൾ ഒരുപാട് ലോണൊക്കെ എടുത്തൊക്കെയാണ് നമുക്ക് ലോൺ ബാങ്കിൽ നിന്ന് ലോൺ തരൂല്ല, പഞ്ചായത്തിന്റെ വീടായതുകൊണ്ട് ലോൺ ബാങ്കിൽ നിന്ന് തരൂല്ല. അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പോലത്തെ അങ്ങനെയുള്ള ലോണുകളൊക്കെ എടുത്താണ് ഞാനിപ്പോൾ ഈ പരുവാക്കി ഞാൻ എടുത്തത്. മോഷണ ശ്രമത്തിൽ റിമാൻഡ് ചെയ്തു.
14 ദിവസം, 14 ദിവസം. കറക്റ്റ് 14 ദിവസം. 14ാമത്തെ ദിവസമാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ ഇതിന് ശേഷം അപ്പൊ നമുക്ക് ആ ലോണും ഒക്കെ നമുക്ക് നിഷേധിച്ചു. ആ ലോണും ഒക്കെ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ജോലിക്ക് വയ്യാത്തോണ്ട് ഞാൻ ജോലിക്ക് പോകാതെ. CA നമ്മുടെ പേരിൽ ചേർത്തേക്കുന്നത് കള്ളക്കേസാണ്. നമുക്കിപ്പം CA നമ്മുടെ പേരിലാണെങ്കിൽ ചേർത്തേക്കുന്നത്. നിയമപരമായിട്ട് എന്തെങ്കിലും? നിയമപരമായിട്ട് ഞാൻ കേസ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് ഇവരോട് ഫൈറ്റ് ചെയ്യാൻ നമുക്ക് സാമ്പത്തികം നമുക്ക് വളരെ അന്നു കൊണ്ടുവരുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്ന കൂലിപ്പണിയാണ്. നമുക്ക് എല്ലാ ദിവസവും ജോലിയൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ പാടാനും കൂടെ ഒക്കെ പോകുന്നുണ്ട്, ഗാനമേളയ്ക്ക് പാടാനൊക്കെ പോകുന്നുണ്ട്. അതും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. ഞാനിപ്പോ വാടകയ്ക്ക് താമസിക്കുന്നത് ഇവിടുന്ന് കുറച്ച് മാറിയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട്? ഇല്ലല്ലോ, ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. അവര് നമ്മളോട് ആദ്യമേ പറഞ്ഞിരുന്നത് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടാണ്. ഞാനും അത്രേ ചിന്തിച്ചിരുന്നുള്ളൂ. കാരണം പറഞ്ഞു അവരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു തീർത്ത് വിടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വണ്ടി ശരിയാക്കി തരും എന്നുള്ള ധാരണയിലാണ് ഞാനും സ്റ്റേഷനിൽ ചെന്നത്. പക്ഷെ സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം ഇവര് ഹാർഷായിട്ട് തന്നെ സംസാരിക്കും, ഒരുപാട് ചീത്ത വിളിക്കും, ഒരുപാട്. അതായത് ജാതി പറഞ്ഞ തന്നെ നമ്മളെ ചീത്ത പറയുകയും ചെയ്യും. നമ്മളെ ഉപദ്രവിക്കുന്ന വെച്ചാൽ മുന്തം പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തതേ ഉള്ളൂ. അല്ലാതെ വലിയ ഇതൊന്നും അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. എങ്ങനെ പോകുന്നു ജീവിതം? ജീവിതം പുള്ളിയെ നിസ്സാര കാര്യം, വണ്ടി തട്ടി, അതും അവര് കള്ളക്കേസാണ് കൊടുത്തേക്കുന്നത്. അതായത് പുള്ളി നെടുമങ്ങാടോട്ട് പോകുന്ന വഴിയാണ് ഈ സംഭവം നടക്കുന്നത്. കല്യോട്ട് ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. വണ്ടി ഇടിച്ച് അവർ നിർത്താതെ പോകാൻ തുടങ്ങിയ പുള്ളി പ്രതികരിച്ചു. അതായത് ചെന്ന് നിർത്തി ഇതിനെന്തെങ്കിലും പരിഹാരം കാണണം എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അപ്പോൾ അവർക്ക് അതിന് താല്പര്യമില്ലാത്ത രീതിയിൽ അവർ പ്രതികരിച്ചു. കേസ് കൊടുക്കുകയുണ്ടായത്. പോലീസുകാർ വന്നപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് പറഞ്ഞു തീർക്കാമെന്നും പറഞ്ഞാൽ പോലീസുകാർ തന്നെ കൊണ്ടുപോകുന്നത്. പുള്ളിയെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് അങ്ങനെയല്ല ഉണ്ടായത്. വളരെ മോശമായ രീതിയിലാണ് പുള്ളിയോട് പോലീസുകാർ തന്നെ പ്രതികരിച്ചത്, CA ഉൾപ്പെടെ. നമുക്ക് ഒരുപാട് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായിട്ടും നഷ്ടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. CAക്ക് ഉൾപ്പെടെ നമ്മൾ കേസ് കൊടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അതായത് DGP ഉൾപ്പെടെ മുഖ്യമന്ത്രി വരെയുള്ളവർക്കാണ് കേസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മളെ ഹറാസ് ചെയ്തു. അതായത് പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലാക്കി കളഞ്ഞു. കുട്ടികളുടെ ഭാവിയാണേലും ഇല്ലാതാകുന്ന രീതിയിലാണ് അവർ ന്യൂസ് കൊടുത്തത് തന്നെ. അതിനെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ചെയ്യണമായിരുന്നു, അതുപോലും അവർ ചെയ്തില്ല. അവർ മറ്റുള്ളവർ പറയുന്ന കേട്ട് ആ വാക്കിന്റെ പുറത്ത് ചെയ്താണ് ഈ വാർത്ത കൊടുത്തത്. 8 പവന്റെ സാധനം മോഷ്ടിച്ച് ഓടാൻ ശ്രമിച്ചു എന്നും പറഞ്ഞു. കൂലിപ്പണിക്കാരനാണ് എൻ്റെ ഭർത്താവ്. പിന്നെ അത്യാവശ്യം പരിപാടിക്കൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു കേസ് വന്നതിൻ്റെ പുറത്ത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ. അതായത് ഈ പെര വയ്ക്കാൻ തന്നെ ലോണിന് കുറേ അപ്ലൈ ചെയ്തിരുന്നു, മൈക്രോ ഫിനാൻസ് വഴിയൊക്കെ. അത് തന്നെ ഒരുപാട് ക്യാൻസലായി. അവർ പറഞ്ഞ് തരാൻ പറ്റില്ല, ഇങ്ങനെ ഒരു കേസ് പ്രതിയായ ആൾക്ക് എങ്ങനെ ലോണ് പാസ്സാക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇത് തന്നെ ഇപ്പോൾ ഒത്തിരി പൈസയുടെ പുറത്താണ് ഇത് ഇത്രയും നിൽക്കുന്നത് തന്നെ. കടങ്ങളാണ് ഒരുപാട്. ഇടയിൽ ജോലിക്കാണെങ്കിലും ഇപ്പോൾ വിളിച്ചിട്ടാണെങ്കിലും ആരും കയറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ജോലിക്ക് നിർത്തും, എന്ത് വിശ്വസിച്ച് നിർത്തുമെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഒരുപാട് നഷ്ടങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. സംഭവം നടന്നെടുത്ത് വെച്ച് 2 പേര് പുള്ളിയെ ആക്രമിക്കാനും ശ്രമിച്ചു. നല്ല ഇടി കിട്ടി പുള്ളിക്ക്, നല്ല രീതിയിൽ ദേഹോപദ്രവം നടന്നു അവിടെ വെച്ച് തന്നെ. എന്നിട്ടും പോലീസ് അതിനെതിരെ ഒന്നും സംസാരിക്കുകയായിട്ടല്ല, എന്താണെന്ന് തിരക്കുകയായിട്ട് ചെയ്തില്ല. അവർ പുള്ളിയെ എങ്ങനെ അകത്താക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു. അതായത് അവരോട് ചേർന്നുകൊണ്ട്, പ്രതിഭാക്കാരോട് ചേർന്നുകൊണ്ടുള്ളൊരു ഇതായിരുന്നു. അത് കാരണം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ആൾക്കാർ നോക്കുന്നതും പറയുന്നതൊക്കെ ഇത് തന്നെയാണ്. അറിയാവുന്ന വ്യക്തിയാണ് പുള്ളിയെ, എന്നാൽ പോലും ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളൊരു ഇത്. അതായത് വാർത്ത വന്നേക്കുന്ന ആ രീതിയിലാണ്. നമുക്ക് വളരെ മോശമായ രീതിയിലാണ് ചാനലുകാരായാലും പത്രക്കാരായാലും ഒക്കെ ഇട്ടേക്കുന്നത്. ഫേസ്ബുക്കിലൊക്കെ വന്ന ന്യൂസ് എന്നാണ് വളരെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഒരു ന്യൂസ് വിട്ടത്. സത്യാവസ്ഥ അറിഞ്ഞിട്ട് അവർക്ക് ചെയ്യായിരുന്നു. എന്താണ് അവിടെ നടന്നത്, സ്പോട്ടിൽ നടന്നതാണ്. കല്യോട്ട് ജംഗ്ഷനിൽ ആരോടെങ്കിലും ചോദിക്കായിരുന്നു എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, ചോദിച്ചിട്ട് വേണമായിരുന്നു ഒരു ന്യൂസ് വിടാനായിരുന്നു. നവശബ്ദംകാരൊക്കെ വളരെ മോശമായ രീതിയിലായിരുന്നു ആദ്യം ന്യൂസ് വിട്ടത്. പിന്നെ എല്ലാവരും വിളിച്ച് കാര്യങ്ങൾ തിരക്കി വന്നപ്പോഴത്തേക്കാണ് അവർ അതിന് വേറെ എതിരായിട്ട് ന്യൂസ് വിട്ടത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കാനാണ് തീരുമാനിച്ചത്. അത് നമുക്ക് പുള്ളിയെ ഇറക്കി കൊണ്ടുവരാൻ തന്നെ പലയിടത്തു നിന്നായിട്ട് പലിശയ്ക്ക് വരെ എടുത്താണ് ഞാൻ. 14 ദിവസം പുള്ളി റിമാൻഡിലായിരുന്നു. 14 ദിവസം കുടുംബം പോയത് അങ്ങനെയാണ്, പട്ടിണിയായിരുന്നു. എന്നിട്ടും പുള്ളിയെ ഇറക്കാൻ ഞാൻ ഒരാളെ ഉള്ളത്, വേറെ ആരും പുള്ളിയുടെ ആൾക്കാരായിട്ട് എൻ്റെ ആൾക്കാരായിട്ട് ആരുമില്ല. ഞങ്ങളുടെ അമ്മാവി എന്ന് പറയുന്നത്, പുള്ളിയുടെ അമ്മയെന്ന് പറയുന്നത് ചെവി കേൾക്കില്ല, സംസാരിക്കില്ല, അങ്ങനെ ഒരു സ്ത്രീയാണ്. അവർ ഈ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ 14 ദിവസം തള്ളി നീക്കിയത്. പുള്ളിയെ ഇറക്കിക്കൊണ്ടുവരാൻ തന്നെ ഞാൻ എത്ര രൂപ മുടക്കിയെന്നറിയാം. 19,000 രൂപയ്ക്കകത്ത് എനിക്ക്, അതും പലിശക്കെടുത്താണ് ഞാൻ ചെയ്തത്. ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഇത്രയും ദിവസം പോരാടിയത്.
എന്നുള്ള നഷ്ടപരിഹാരം നമുക്ക് കിട്ടിയ പുള്ളിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നതെല്ലാം ക്യാൻസലായിപ്പോയി. 10-12 പ്രോഗ്രാം വന്നതെല്ലാം ക്യാൻസലായി. ഇനി കിടക്കുന്ന പ്രോഗ്രാം വരെ അവർ ക്യാൻസൽ ചെയ്തു. കാരണം ഇങ്ങനെ ഒരാളെ പ്രോഗ്രാം സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റില്ല, പ്രോഗ്രാം തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും. അതിനൊന്നെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞ് അതിനുള്ള പരിഹാരം ചെയ്യുക, അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ്. മാലമോഷ്ടിക്കൽ എന്നുള്ളത് പോലീസിന്റെ സംഭാവനയാണ്. പോലീസിന്റെ സംഭാവനയാണ്. കാരണം അവര് പറഞ്ഞ അടിച്ചു എന്നുള്ള പേരിലാണ് ഞങ്ങൾ കേസ് കൊടുത്തേക്കുന്നതെന്ന് അവര് പറഞ്ഞു. പക്ഷെ ഇത് വന്നപ്പോഴത്തേക്കും മാല മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പോലീസുകാരാക്കി. ഇതിനിടയിൽ സംഭവം നടന്ന സ്പോട്ടിൽ വെച്ച് 2 പേര് രാജേഷിനെ ഉപദ്രവിക്കുകയുണ്ടായി. അന്വേഷിച്ച് വന്നപ്പം നൗഷാദ് എന്നൊക്കെയാണ് പറഞ്ഞത്. പനൂരുള്ളതാണ് CC നൗഷാദ്. എനിക്ക് ആളെ അറിയില്ല. അപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞു. CC നൗഷാദ് എന്ന് പറയുന്ന വ്യക്തിക്ക് മുൻവൈരാഗ്യം ഒന്നുമില്ല. പിന്നെ എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ളത് അറിയില്ല. CC നൗഷാദും വേറെ 1-2 പേരും ചേർന്നാണ് പുള്ളിയെ മർദ്ദിച്ചത് ഓൺ ദി സ്പോട്ടിൽ വെച്ച്. ഇല്ല, നമ്മൾ സ്റ്റേഷനിൽ ചെന്നു. ഒരു എന്താ വന്നപ്പോൾ ഇങ്ങനെ വണ്ടി ആക്സിഡന്റ് ആണ്, കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ കംപ്ലൈന്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് കംപ്ലൈന്റ് ചെയ്താനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ കംപ്ലൈന്റ് കൊടുക്കണം, നീ കംപ്ലൈന്റ് കൊടുത്താൽ അതിന്റെ പുറകിൽ തൂങ്ങാൻ ആരുമില്ല, നിനക്ക് സാമ്പത്തികമായിട്ടും നിനക്കൊന്നുമില്ല, സഹായിക്കാനും ആരുമില്ല, ആളായിട്ട് പറഞ്ഞു തീർത്താൽ പോരെന്ന് ചോദിച്ചു. പാർട്ടിയിലുള്ളതാണ്. പറഞ്ഞു തീർത്താൽ പോരെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ പറഞ്ഞു തീർക്കാം, സംസാരിക്കാൻ പറഞ്ഞു. അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ല. നിസ്സാരം 2000 രൂപയെ ചോദിച്ചു. വണ്ടിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള 2000 രൂപ തന്നാൽ മതി, അവർക്ക് താല്പര്യമില്ല, ഒരു കേസിന് പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കേസ് അവര് തന്നെ എഴുതി കൊടുക്കുക എന്തോ ആയിരുന്നു. അപ്പൊ ഞങ്ങള് തിരിച്ചു പോലീസുകാരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ വന്ന് വിളിച്ചു, സാറ് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അകത്തോട്ട് വരണം, രാജേഷിനോട് എന്താ നടന്നതെന്ന് അറിയാനാണ്, വേറെ ഒന്നിനും അല്ല എന്ന് പറഞ്ഞു അകത്തോട്ട് വിളിച്ച് ഒരു 3/4 മണിക്കൂറോളം അവര് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്ക് ക്ലിയർ അല്ല വെളിയിലായതുകൊണ്ട്. അതിനുശേഷം പുള്ളിയെ പിടിച്ചു വലിച്ച് വല്ലാത്തൊരു സീനായിരുന്നു. അതായത് കൊലക്കുറ്റം ചെയ്തവരെ പോലെ അവരങ്ങനെ കൊണ്ടുപോകില്ല, ആ രീതിയിലാണ് പുള്ളിയെ വലിച്ചഴിച്ച് സെല്ലിനകത്ത് കൊണ്ടിടുന്നത്. അതിനുള്ള തെറ്റൊന്നും പുള്ളി ചെയ്തില്ല. വണ്ടി ആക്സിഡന്റ് ഉണ്ടായി, അതിന് പരിഹാരം വേണമെന്നേ പുള്ളി പറഞ്ഞുള്ളൂ. ഇവര് അന്നേരവും പിടിച്ചു വലിച്ചഴിച്ച് എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ, കൊലക്കുറ്റത്തെക്കാൾ വലിയ തെറ്റ് ചെയ്ത പോലുള്ള രീതിയിലായിരുന്നു പുള്ളിയെ കൊണ്ടുപോയത്. അത്രയും പിറ്റേന്ന് രാവിലെയാണ് പറയുന്നത്. എന്നോട് പറഞ്ഞിട്ടില്ല, റോബറിയാണ് കേസ് ചാർജ് ചെയ്തേക്കുന്നതെന്നും പറഞ്ഞില്ല, അടിപിടി കേസ് എന്നുള്ള രീതിയിലാണ് അവർ തന്നേക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നാളെ രാവിലെ വന്നാൽ മതി, നമുക്ക് ജാമ്യം എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. നല്ലൊരു വക്കീലിനെ കൊണ്ടുവന്ന് ഇയാൾക്ക് എടുത്തോ, ജാമ്യം എടുത്തു, ഹസ്ബൻഡിനെ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി 1 മണി 2 മണിക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു, നെഞ്ചുവേദനയായിട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവർ കാണിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ട് ഞങ്ങൾക്ക് ഇത്ര രൂപ ചിലവായി, 180 രൂപ എത്ര ചിലവായെന്ന് പറഞ്ഞ് ഞാൻ ആ പേയ്മെന്റ് അവിടെ പോലീസുകാർക്ക് കൊടുക്കുകയും ചെയ്തു. കൊടുത്തിട്ട് പറഞ്ഞ് രാത്രി 1 മണിക്ക് ശേഷം കൊണ്ടുപോയതാണ്, നെഞ്ചുവേദന എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്, കുഴപ്പമൊന്നും ഇല്ല എന്ന് ഇവർ പറഞ്ഞു. ഡീറ്റെയിൽസ് ഒന്നും നമ്മളെ കാണിച്ചിട്ടില്ല, മെഡിക്കൽ കൊണ്ടുപോയതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവർ കാണിച്ചില്ല, ഇവരുടെ കയ്യിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയെ ജഡ്ജിന്റെ അടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ അവരെന്നെ കള്ളക്കേസ് കുടിക്കുന്ന മൈൻഡിലാക്കി. 14 ദിവസം കുടുംബം കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, മുഴുപട്ടിണി എന്ന് വേണം പറയാൻ. പുള്ളി ഒരാൾ പോയിട്ടാണ് ഈ കുടുംബം, പുള്ളിയുടെ അമ്മയുടെ കാര്യമായാലും എൻ്റെ അമ്മയുടെ കാര്യങ്ങളായാലും മക്കളുടെ കാര്യം എല്ലാം പുള്ളി ഒരാൾ പോയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, വേറെ ആരും ഇല്ല സഹായിക്കാൻ നമുക്ക്. പണവും അധികാരവും ഉണ്ടെങ്കിൽ ഇതുപോലെ ഏതൊരു സാധാരണ വ്യക്തിയും ദുരിതത്തിലാക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രാജേഷ് കേസ്. നെടുമങ്ങാട് പോലീസിന്റെ ആദ്യത്തെ ദുർനടപ്പല്ല ഇത്. ഇതിനു മുമ്പും ഇതുപോലെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ഇതുപോലെയുള്ള കള്ളക്കേസുകൾ ഇനി ആരുടെ പേരിലും ഉണ്ടാകരുത് എന്നുള്ളത്. എന്തു തന്നെയാണെങ്കിലും രാജേഷിനും കുടുംബത്തിനും ഇനിയെങ്കിലും നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.